ഹായ്. ഇപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നേ. രാത്രി തന്നെയാണ് ഇട്ടത്. ഇപ്പൊ വലിയ സമയമൊന്നും ആയിട്ടില്ല. 10, 10:15 ആയിട്ടുള്ളൂ. ഞാൻ വീഡിയോ ഇട്ടത് ഒരു 8, 8:30ക്കാണ്. അതായത് എന്റെ പപ്പീസിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇട്ടത്. അതിപ്പോഴും ഞാൻ അത് തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും ഫീലിങ്സ് മാറിയിട്ടില്ല. അപ്പൊ എനിക്ക് ഒരുപാട് ഇപ്പൊ പോലും കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കോൾ വന്നിട്ട് എന്താണ് പറ്റിയത്? എന്താ പ്രശ്നം? അത് പ്രതികരിക്കാത്ത എന്തേ? അപ്പൊ തന്നെ വീഡിയോ എടുക്കാതെന്ന് ചോദിച്ചു ഒരു 100 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ കരുതി അതൊരു വീഡിയോ ആയിട്ട് ഞാൻ അങ്ങ് പെട്ടെന്ന് ഇടാം. അപ്പൊ എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഇടാന്ന് കരുതിയിട്ടാണ് അതായത് രാത്രി വീഡിയോ എടുക്കുന്നത്. അതിനൊക്കെ ഉപരി ഒരുപാട് പേര് ആ വീഡിയോ ഏറ്റെടുത്തു. അതിലും വലിയ നന്ദി. ഒരുപാട് മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ട്. അത് അതിലും വലിയ നന്ദി. കാരണം ഈ ഇലക്ഷൻ സമയം, ഞാൻ ഇലക്ഷൻ എന്ന് പറയുന്നത് എടുത്തു പറയുന്നത് ഇപ്പോ നമ്മൾ പ്രതികരിച്ച എന്തെങ്കിലുമൊക്കെ നടക്കും. ഇത് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. അപ്പൊ അത് ഒരു പർട്ടിക്കുലർ പാർട്ടിയോ വ്യക്തിത്വങ്ങളെ അധിക്ഷേപിച്ച് ഞാൻ പറയുന്നതല്ല. നമുക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ സമയത്ത് എന്ത് നമ്മൾ പ്രതികരിച്ചാൽ നടക്കും എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. സംഭവിച്ചത് എന്റെ റോഡ് വീലർ ഡോഗ് പ്രസവിച്ചു. അത് ഇന്നലെ ആയിരുന്നു പ്രസവിച്ചിരുന്നത്. 1 ഡേ ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രീവിയസിലെ ഡെലിവറിയിലും അതിന് മിൽക്ക് ഇൻഫെക്ഷൻ അടിച്ച് അതിന്റെ കുഞ്ഞ് ഡെത്ത് ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഫുള്ളി പ്രിക്കോഷൻ ആയിരുന്നു. ഞങ്ങൾ ജേക്കബ് അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. സാറുമായിട്ട് ഞങ്ങൾ പാസ്റ്റ് 6 months ആയിട്ട് നന്നായിട്ട് എപ്പോഴും ആയിട്ട് ഇന്ററാക്ഷൻ ഉണ്ട്. സാറിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. മിൽക്ക് ഇൻഫെക്ഷൻ അടിക്കില്ല എന്നൊരു പ്രതീക്ഷയിലുണ്ടായിരുന്നു. അപ്പം നമുക്കിപ്പോൾ അവളെ ഒരിക്കൽ കൂടെ പ്രസവിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വൺസ് ഞാൻ ശോഭന അമ്മായും ഞാനും കൂടെ ആയിട്ടുള്ള കുറെ വീഡിയോ ഇട്ടാല് ഈ ഡോറ പല സമയത്ത് എന്നെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപാട് പേര് ഉമാനിക്ക് ഒരു കുഞ്ഞിനെ തരുമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നമ്മൾ ഇതിന് ബ്രീഡേ ചെയ്യില്ല എന്ന് തീരുമാനിച്ചതാ. അതുകൊണ്ടാണ് പ്രാവശ്യം കൂടെ ഒന്ന് ചെയ്തത്. പക്ഷെ നമ്മൾ പ്രിക്കോഷൻ ഒക്കെ എടുത്തിരുന്നു നമ്മുടെ ഭാഗത്ത് നിന്ന് വെച്ചാൽ മെഡിസിൻസ് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആണല്ലോ എന്ന് എഴുതി പ്രിക്കോഷൻ എടുത്താൽ നമ്മൾ ഡെലിവറി ചെയ്ത. പക്ഷെ നമ്മുടെ ഭാഗ്യം അനുകൂലിച്ചില്ല. നിർഭാഗ്യവശാൽ ഇന്നലെ ഡെലിവറി ആയ കുഞ്ഞിന് അപ്പൊ തന്നെ പാലൊക്കെ ഓക്കെ ആയിരുന്നു. നമ്മൾ ഡോക്ടറുമായിട്ടൊക്കെ നല്ല ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എവിടെ തെറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയണില്ല. മിൽക്ക് ഇൻഫെക്ഷൻ അടിച്ചു എന്ന് ഉറപ്പായി. ഒരു കുഞ്ഞ് ആദ്യം ഡെത്ത് ആയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മിൽക്ക് ഇൻഫെക്ഷൻ ആണെന്ന്. ഈ മരത്തിൽ നിന്ന് ഇല പൊഴിയും പോലെ കുഞ്ഞുങ്ങളെല്ലാം ഡെത്ത് ആയിക്കൊണ്ടിരുന്നു. ബട്ട് ലാസ്റ്റ് 4 കുഞ്ഞേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് എന്റെ ഓർമ്മ കഴിഞ്ഞ ഡോറയുടെ ഡെലിവറിയിൽ മിൽക്ക് ഇൻഫെക്ഷൻ അടിച്ചപ്പോൾ നമ്മളെ വീടിനടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയപ്പോൾ നല്ലൊരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി നമ്മുടെ കുഞ്ഞിനെ കൈ കൊണ്ട് നീട്ടി സ്വീകരിച്ചു. ഒരാളെ മിച്ചം ഉണ്ടായിരുന്നുള്ളൂ. സ്വീകരിച്ച് ഇൻക്യുബേറ്ററിൽ വെച്ചു. എന്നിട്ട് പുള്ളിക്കാരി 50 രൂപ ടോക്കൺ റേറ്റ് മാത്രമേ എടുത്തുള്ളൂ. പിറ്റേ ദിവസം കുഞ്ഞ് ഡെത്ത് ആയപ്പോഴാണ് ഞങ്ങൾ അറിയിക്കുന്നത് കുഞ്ഞു ഡെത്ത് ആയി കേട്ടോ, ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു എന്ന് പറഞ്ഞ് കുഞ്ഞിനെ തിരികെ തരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. പിറ്റേ ദിവസം അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ ഒരു ഓർമ്മ നമുക്ക് വന്നുകൊണ്ട് നമ്മൾ വിചാരിച്ചു 4 പേരും കൊണ്ട് അവിടെ ആക്കിയാൽ ഇൻക്യുബേറ്ററിൽ വെച്ചാൽ, കാര്യം നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ അവർക്ക് പറ്റുന്നില്ല. അവർ തന്നെ മൂത്രമൊഴിച്ച് ഡോറയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിലും മൂത്രമൊക്കെ ഒഴിച്ച് കുഴകുഴായി. അപ്പൊ ഫുള്ളി ഇൻഫെക്റ്റഡ് ആവുമെന്ന് ഉറപ്പായപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതാണ്. അപ്പൊ പോയത് ചേട്ടനാണ്. എനിക്ക് വയ്യായികളുണ്ട്, ഞാൻ പോയി. 2 മക്കള് വീട്ടിലുണ്ട്, അതുകൊണ്ട് എനിക്ക് അവരെ നോക്കണമെന്നുണ്ട്. ചേട്ടനാണ് രാത്രി 6 മണി അടുപ്പിച്ച് കുഞ്ഞിനെ കൊണ്ട്, ഈ കുഞ്ഞും 4 മക്കളെയും കൊണ്ട് പോകുന്നത്. അപ്പൊ കൊണ്ടുപോയപ്പോ അവിടെ OP ടിക്കറ്റ് എടുക്കണമായിരുന്നു. OP ടിക്കറ്റ് എടുത്ത് കുഴപ്പമില്ല പോട്ടെ എല്ലാം എടുത്തു. OP ടിക്കറ്റ് ഒക്കെ എടുത്ത് കുഞ്ഞുങ്ങൾ അകത്ത് കയറ്റിയിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞിട്ട് എന്നോട് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട്, അത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാനായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ കിടക്കുന്ന കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ വെച്ച് അതിന്റെ ജീവൻ നിലനിർത്താനല്ലേ ഞാൻ തന്നു വിട്ടത്? ഈ 1/2 മണിക്കൂർ അവർക്ക് അതിനൊരു ചെറിയ ചൂട് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാണെങ്കിൽ അത് ഡെത്ത് ആയി പോകില്ലേന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, എടി അന്നത്തെ ഡോക്ടർമാരൊന്നും അല്ല ഇപ്പൊ ഇരിക്കുന്ന പുതിയ ആൾക്കാരാണ്. അപ്പൊ അവരോട് നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഒരു പരിധി കൂടുതൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. എനിവേ ഞാൻ പറഞ്ഞു ഓക്കെ ശരി നോക്കെന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ കഴിഞ്ഞ് ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞിനെ എടുക്കാൻ പോയതിന് ശേഷമുള്ള കാര്യങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാതായി പോയത്. അതിനുശേഷമുള്ളത് ചേട്ടൻ തന്നെ പറയും. കാര്യം ചേട്ടനാണ് അവിടെ ഉണ്ടായിരുന്ന ആൾ. അപ്പൊ ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് ചേട്ടൻ പറയുന്നതായിരിക്കുമ്പോൾ റിയാലിറ്റി ഫീൽ ചെയ്യും. ഇപ്പം ഉമ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഒരു മണിക്കൂർ വരെ ഞാൻ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തു. അത് ഒരു 1/2 മണിക്കൂർ അവിടെയൊക്കെ കറങ്ങി നിന്നിട്ട് പിന്നെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ട് കയറി വരാം എന്നുള്ള രീതിയിൽ പുറത്ത് പോയി ചായയൊക്കെ കുടിച്ചിട്ട് അകത്ത് വന്നപ്പോഴത്തേക്ക് നമ്മളെ ഡോക്ടറെ കണ്ടപ്പോൾ ഒരു ഡോക്ടറെ അന്നേരം ഉണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് അകത്ത് കൊണ്ടുപോയ ഡോക്ടർ ആ സമയത്ത് ഇല്ല. അപ്പൊ ഞാൻ അവിടെ ഉള്ള സ്റ്റാഫുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ആ ഡോക്ടർ ഇവിടെ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ആ ഡോക്ടർ ഇല്ല. ആ ഡോക്ടർ പോയെന്ന് ഡ്യൂട്ടി ചേഞ്ച് ആയെന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ഡോക്ടർ നേരത്തെ ഉണ്ടായിരുന്ന ആ കൂട്ടത്തിലുള്ള ഡോക്ടർ തന്നെയായിരുന്നു. ഡോക്ടറോട് ഞാൻ പപ്പി എന്തായെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പപ്പി എടുക്കാറായോ അല്ലെങ്കിൽ 1/2 മണിക്കൂർ കഴിഞ്ഞ് പറയാന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ 1/2 മണിക്കൂർ കഴിഞ്ഞ് പറയാന്ന് പറഞ്ഞത് കൊണ്ട് ഞാനിത് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൽ ഒരു പപ്പി ഡെത്ത് ആയി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു അത് എനിക്ക് മനസ്സിലായി, ചാവോന്ന് എനിക്ക് അറിയാം
എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. കാര്യം എനിക്കത് മനസ്സിലായി. എന്നിട്ട് ഞാൻ ആലോചിച്ച് ഇവര് ഓക്സിജൻ ഇത് അകത്ത് കൊണ്ടുവന്ന് ഇൻക്യുബേറ്ററിൽ വെച്ചല്ലോ. അപ്പം ഇതിനു മുമ്പും ഈ OP ടിക്കറ്റ് എടുക്കുമ്പോഴും ഇതിനു മുമ്പ് പലതവണ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ നമുക്ക് അവിടുത്തെ സ്കാനിങ് ആണെങ്കിലോ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴോ ഇവര് ആദ്യമേ നമ്മളോട് ഇതുപോലെ സ്കാനിങ്ങിന് ഇത്ര രൂപ, ബ്ലഡ് ടെസ്റ്റിന് ഇത്ര രൂപ എന്ന് നമ്മളോട് പറയും. ആ ഒരു അറിവ് എനിക്ക് ഉണ്ട്. അവിടെ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. അപ്പൊ ഇത് ഇന്ന് OP ടിക്കറ്റിന്റെ 200 രൂപ ഇവർ വാങ്ങിച്ചപ്പോ തന്നെ ഞാൻ ഇവരോട് ചോദിച്ചു, ഈ ഒരു ദിവസം പ്രായമുള്ള 4 കുട്ടികൾക്കും വേണ്ടി സെപ്പറേറ്റ് ഈ 50 രൂപ വെച്ച് ഇച്ചിരി ശകലം കൂടുതലല്ലേ എന്ന് ചോദിച്ചിട്ട് ഈ പേയ്മെന്റ് ഞാൻ ഗൂഗിൾ പേ വഴി അങ്ങ് ചെയ്തു. അത് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഈ 1 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ കുട്ടി ഡെത്ത് ആയെന്ന് പറഞ്ഞതിന് ശേഷം അവിടുത്തെ കമ്പൗണ്ടർ ആണ് പുള്ളിക്കാരൻ ചെന്നിട്ട് ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് പപ്പിയെ എനിക്ക് തിരിച്ചെടുത്ത് തരണമല്ലോ, ബാസ്ക്കറ്റ് ഞാൻ കൊണ്ടുവന്ന് എല്ലാം റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടറിന്റെ ഒരു പേപ്പർ മേടിച്ചുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് പേയ്മെന്റ് ചെയ്യണേ. അപ്പൊ ഞാൻ പേയ്മെന്റ് പേപ്പർ നോക്കിയപ്പോഴത്തേക്ക് 500 രൂപ പേയ്മെന്റ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്താ 500 രൂപ പേയ്മെന്റ്? അത് ഓക്സിജൻ വെച്ചതിനാണ് പേയ്മെന്റ്. അപ്പൊ ഞാൻ ഉടനെ ചോദിച്ച്, ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്താണ് ഓക്സിജന് പേയ്മെന്റ് എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അത് അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റ് ഒക്കെ തന്നെ, പക്ഷെ ഇവിടെ ഓക്സിജൻ അവർ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇത് ഒരു കാരണവശാലും ഈ പേയ്മെന്റ് ഞാൻ ചെയ്യത്തില്ല. ഓക്സിജന്റെ പേയ്മെന്റ് കാര്യം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഞാൻ അതിന്റെ പേയ്മെന്റ് ഞാൻ ചെയ്യില്ല, എന്റെ കയ്യിൽ പേയ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് പൈസ, ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിട്ട് കൂടി ഒരുപാട് പൈസ നിങ്ങൾ നമ്മളെ നിന്ന് സാധാരണക്കാരെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് സിറിഞ്ചിന് പോലും കളക്ട് ചെയ്യുന്ന ചില സമയങ്ങൾ വരുന്നുണ്ട്. സാധാരണ നമ്മളെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മരുന്നുകളാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇന്ന മരുന്ന് വേണമെന്ന് പറഞ്ഞ് എഴുതി വിടും. വെളിയിൽ പോയി നമ്മൾ മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ട്. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, ആലോചിച്ച് നോക്കണം, ഒരു സിറിഞ്ച് വാങ്ങണമെങ്കിൽ പോലും പുറത്തുനിന്ന് നമ്മൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കണം. അതാണ് അവർ പറയണത്. അവര് ഒരു അത്യാവശ്യം നമ്മളൊരു എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവര് നമ്മളോട് പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, തൽക്കാലം ഇവിടെ ഇരിക്കുന്ന എടുക്കാം, എന്നിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചു തരണം, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അതൊക്കെ പോട്ടെന്ന് വയ്ക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഈ കാര്യം സംസാരിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ വന്ന് സൗമ്യമായി സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിന് ഈ OP എഴുതാനായിട്ട് അവിടെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ പേര് വന്നിട്ട് എന്തോ ഒരു പേര്, പാർവതി എന്നാണ്. ഞാൻ പേര് ചോദിച്ചപ്പോ പാർവതി എന്ന് ഭയങ്കര ധാർഷ്ട്യത്തോടു കൂടി എന്റെ പേര് പാർവതി എന്നുള്ള രീതിയിൽ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഈ പാർവതി എന്നുള്ള പേര് ഞാൻ ലാസ്റ്റ് ആണ് അറിയുന്നത്. അപ്പൊ ഈ പാർവതി എന്ന് പറഞ്ഞ കുട്ടിയായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എല്ലാ ഹോസ്പിറ്റലിലും ചേട്ടനോട് ബ്ലഡ് പരിശോധിക്കുമ്പോഴത്തേക്ക് നിങ്ങളോട് ബ്ലഡിന് ഇത്ര രൂപയാവുമെന്ന് പറയൂ എന്നൊക്കെ ചോദിച്ച് നമ്മൾ തമ്മിൽ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു കുഞ്ഞ്, എന്റെ കയ്യിൽ പൈസ, ഞാൻ ഈ പേയ്മെന്റ് ഞാൻ ചെയ്യില്ല എന്ന് കട്ടായം പറഞ്ഞു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പപ്പിയെ തരൂ, അല്ലെങ്കിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടറുമായിട്ട് ഇവർ വീണ്ടും സംസാരിച്ചതിന് ശേഷം ഡോക്ടർ കൊണ്ട് ആരെയൊക്കെ വിളിപ്പിച്ചു. അവിടുത്തെ ആരെയൊക്കെ വിളിപ്പിച്ചപ്പം അവര് പപ്പിയെ കൊടുക്കുക എന്ന് തന്നെയാണ് പറഞ്ഞത്. ഡോക്ടർ വന്ന് പപ്പിയെ കൊടുക്കുക ഇവരോട് പറയുമ്പോഴത്തേക്ക് ഇവർ വീണ്ടും എൻ്റെ അടുത്ത് എന്തെങ്കിലും 1 or 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇവരും തമ്മിൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് സംസാരിക്കും. ഈ കാര്യങ്ങൾ തന്നെ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവസാനം ഒരുവിധം ഡോക്ടർ വന്നിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഡോക്ടർ പപ്പിയെ കൊടുത്തു. വേറെ ഏതോ ഒരു മേഡത്തിന്റെ പേര് അവിടെ പറഞ്ഞു. ആ മേഡം ലൈനിൽ വന്നതിന് ശേഷം മാത്രം എനിക്ക് പപ്പിയെ എടുത്തു തരാൻ പറഞ്ഞു. അപ്പൊ ഒരു പപ്പി ഡെത്തായെന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കൂടെ അകത്ത് മേടിച്ചുകൊണ്ട് പോവുകയും ആ കൂടക്കകത്ത് വെച്ച് പപ്പിയെ കൊണ്ട് എൻ്റെ കയ്യിൽ തന്നതിന് ശേഷം ഈ പെൺകുട്ടി ഡോക്ടർ, അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഡോക്ടർ മുന്നേ നിൽക്കവേ ആ ഡോക്ടറിന്റെ മുന്നിൽ വെച്ച് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, സാറേ, നമ്മൾ ഇത് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, നമുക്കാണ് തെറ്റ് പറ്റിയത്. ഇവിടെ വരുന്ന പേഷ്യന്റിനെ നമ്മൾ മാക്സിമം നിർത്തിയിരിക്കണം, എത്രത്തോളം നിർത്താൻ പറ്റുമോ അത്രത്തോളം നിർത്തിയിട്ട് അവസാനം അവരെ വിളിക്കാവോ അല്ലെങ്കിൽ പറഞ്ഞു വിടാവുള്ളൂ എന്ന്. അതായത് എത്രത്തോളം ട്രീറ്റ്മെന്റ് തുടങ്ങാവുള്ളൂ എന്നാണ് ട്രീറ്റ്മെന്റ് തുടങ്ങാവുള്ളൂ. അതായത് എത്രത്തോളം നിർത്താം. സാധാരണ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം, ഒരുപാട് നേരം നമ്മളെ പുറത്തൊരു ഷെഡ് കെട്ടിയിട്ടുണ്ട്, ആ ഷെഡിൽ വെയിറ്റ് ചെയ്യിപ്പിക്കും. ഈ സമയം മുഴുക്ക ഒന്നെങ്കിൽ ഈ ഡോക്ടർമാരോ അല്ലെങ്കിൽ ഈ അവിടെ ഈ ബില്ല് എഴുതാൻ നിൽക്കുന്നവരോ തമ്മിൽ സംസാരവും അവരുടെ ഇന്നും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഞാൻ അവിടെ ചെന്ന് OP എടുക്കാൻ സമയത്ത്
ഈ ഞാനുമായിട്ട് വഴക്കുണ്ടാക്കിയ ഈ പെൺകുട്ടിയും വേറെ 2 ആണുങ്ങൾ അവിടുത്തെ കമ്പൗണ്ടർ മറ്റു കാര്യങ്ങൾ നോക്കുന്ന അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊന്നും നമ്മളുടെ വിഷയമല്ല. ഞാൻ അവിടെ OP 10-15 മിനിറ്റ് നിന്നിട്ട് ഈ OP എടുക്കുന്ന ചേട്ടൻ വളരെ സാവകാശം ഓരോ കാര്യങ്ങളും നുള്ളി പറക്കി ടൈപ്പ് ചെയ്തെടുക്കും കണക്കാണ് ആ ചേട്ടൻ ടൈപ്പ് ചെയ്തെടുത്തത്. എത്ര സാവകാശം വന്ന് നോക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ അവസാന നിമിഷം ഈ ലേഡി സ്റ്റാഫ് ഡോക്ടറോട് പറയുന്നത് ഇവിടെ വരുന്ന പേഷ്യന്റിനെ എത്രത്തോളം വെയിറ്റ് ചെയ്യിപ്പിക്കാവോ അത്രത്തോളം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടേ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞു വിടാവുള്ളൂ. ഇതിലുപരി ആ ഡോക്ടർ കേട്ടോണ്ട് നിന്ന ഡോക്ടർ ഒരു വാക്ക് അല്ലെങ്കിൽ അത് പറയാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പോയിന്റ് അത് പാടില്ലെന്നോ പറഞ്ഞ് അവരെ വിലക്കാനോ ആ ഡോക്ടർ മുതിർന്നിട്ടില്ല. ഇതാണ് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം. എന്നിട്ട് അതിലുപരി ഞാൻ ഈ വഴക്കെല്ലാം ഉണ്ടായതിനു ശേഷം ഈ കൂട വാങ്ങിച്ച് എന്റെ വണ്ടിയിൽ വെച്ച് ഞാൻ വീട്ടിൽ വന്ന് കൂട തുറന്ന് പപ്പിയെ എടുത്തു നോക്കുമ്പോഴാണ് രസം. 2 പപ്പി ഓൾറെഡി ഡെത്ത് ആയിട്ടുണ്ട്. ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. 2 പപ്പിയെ വൈഫ് പിടിച്ചോണ്ടിരിക്കുന്ന കാണിച്ചിട്ടുണ്ട്. 2 പപ്പി അങ്ങേ അറ്റം പറ്റിയിട്ടുണ്ട്. ഇൻക്യുബേറ്ററിൽ ഓക്സിജൻ വെച്ച പപ്പിയാണ് നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നത്. വളരെ ഡെത്തായിട്ടും വളരെ ശോചനീയാവസ്ഥയിലും അതായത് വളരെ കണ്ടീഷൻ മോശമായിട്ടും കണ്ടത്. ഇവർ ഓക്സിജൻ വെച്ചെന്നാണ് നമ്മളോട് പറയുന്നത്. നമ്മളൊക്കെ അത് അകത്തുള്ള കാര്യം അത് വിശ്വസിക്കാൻ പറ്റൂ. ഇൻക്യുബേറ്ററിലും വെച്ചെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ 2 പപ്പി ഡെത്തായ കാര്യം ഇവരവിടെ പറഞ്ഞിട്ടില്ല. ഒരു പപ്പി ഡെത്തായെന്ന് പറഞ്ഞു. ഞാനത് നമ്മൾ തമ്മിലുള്ള ആ വഴക്കിന്റെ ഇടയിൽ കൂടെ ഞാൻ കൊണ്ടുപോയ ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി. പിന്നെ മറ്റൊരു വീഴ്ച എനിക്ക് വന്നത് ഇപ്പൊ ഒരുപാട് പേര് വിളിച്ചവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് എന്റെ ഫോൺ എടുത്ത് വീഡിയോ എടുക്കാത്തെന്തെന്ന് ചോദിച്ചു. അത് പെട്ടെന്ന് അവിടെ എനിക്ക് പറ്റിയൊരു വീഴ്ച തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിരുന്നു ഇവിടെ യാതൊരു കാരണവശാലും വീഡിയോ ഫോട്ടോയോ എടുക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് റൂൾസ് എന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ ഒരു സാധാരണ പൗരനായതുകൊണ്ടും ഞാൻ അത് ഒബേ ചെയ്തു. പക്ഷെ അത് ഒബേ ചെയ്തത് എനിക്ക് അതൊരു ചെറിയൊരു എന്റെ വീഴ്ച. അവിടെ CCTV ഉണ്ടല്ലോ, അവിടെ ഫുള്ളി CCTV ഉണ്ട്. നമുക്ക് ജെന്യൂൻ ആണെന്ന് കാണിക്കാനുള്ള. പക്ഷെ അവിടെ CCTV ഉണ്ട്. അതുകൊണ്ട് ആക്റ്റീവ് ആണോ? അതെ ആക്റ്റീവ് ആണ്. ഇതാണ് അവിടെ നടന്നത്. അപ്പം അതില് ഉപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 1-2 ഒരു 3 പാർട്ടിക്കാരുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു. കാര്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്കുണ്ടാവുന്ന ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരുപാട് പ്രാവശ്യം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മളെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ കുറിച്ച് പരാതികൾ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് എൻ്റെ ഒരു ഡോഗിന് ഒരു സർജറിയായി ബന്ധപ്പെട്ട് ഡോക്ടർ അത് ശരിയായ രീതിയിൽ തുന്നിക്കെട്ടൽ ചെയ്യാത്തത് കൊണ്ട് എന്റെ കുറെ പൈസ ചെലവാക്കി PMG പ്രവീൺ ഡോക്ടർ, നല്ലൊരു ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറെ കൊണ്ട് അത് ഓപ്പൺ ചെയ്ത് അത് കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ ഒന്നേന്ന് തുന്നിക്കെട്ടേണ്ട ഒരു സാഹചര്യം വന്നു. ഇതും ഞാൻ നിന്ന ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതൊക്കെ സംഭവിച്ചെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും എന്തിനാ ഇവിടെ വന്നേ? നമ്മള് സാധാരണക്കാര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ ഈ ഗവൺമെന്റ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ അനുഭവം വെച്ച് എത്ര പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അത് ഇപ്പം ഹ്യൂമൺ ആവട്ടെ മൃഗങ്ങളുടെ ആവട്ടെ എന്തോ ആയിക്കൊണ്ട് പോട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് സെക്യൂരിറ്റിക്കാരോ അല്ലെങ്കിൽ അവിടെ ഉള്ള സാധനങ്ങൾ തല്ലിപ്പൊളിക്കുകയോ സെക്യൂരിറ്റിക്കാര് രോഗികളുടെ കൂട്ടുവയ്പ്പുകാരെ അടിക്കുകയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നില്ല? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രം ഇത് നടക്കുന്നു. ഗവൺമെന്റ് പ്രൈവറ്റ് ആകുമ്പോഴത്തേക്ക് അവിടെ അവർക്ക് മാനേജ്മെന്റ് ഇടപെടുമെന്ന് ഇവരുടെ ജോലിയെ അത് അതായത് അവിടെ ചെല്ലുന്ന രോഗികളാണ് അവർക്ക് വലുത്. അപ്പൊ അവരെന്തുകൊണ്ട് അവിടെ അവർക്ക് പേയ്മെന്റ് ഉള്ളതും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവരുടെ സ്റ്റാഫുകളെ കറക്റ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. അവിടുത്തെ സ്റ്റാഫുകൾ ആരോട് മോശമായിട്ട് പെരുമാറില്ല. പക്ഷെ നമ്മള് ഇവിടെ ഉള്ള മെഡിക്കൽ കോളേജ് ആവട്ടെ അതില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹോസ്പിറ്റലാവട്ടെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ രോഗികളെ കൂടെ ഇരിക്കുന്നവരെ എന്തെങ്കിലും നമുക്ക് ജെന്യൂനായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യകതയായിരിക്കും അവരോട് പറയണത്. ഒരുപക്ഷെ പാസ് കളഞ്ഞു പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെറിയ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾ പല പ്രാവശ്യവും പല ചാനലിൽ കൂടെയും കണ്ടിട്ടുള്ളത് വലിച്ചഴച്ച് കൊണ്ടിട്ട് അടിക്കുന്നത്. എന്തുകൊണ്ട് ഇത് പ്രൈവറ്റിൽ നടക്കുന്നില്ല?
പ്രൈവറ്റ് മാനേജ്മെന്റ് ആണ്. അവര് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അവരുടെ സ്റ്റാഫുകളെ അവര് കൺട്രോൾ ചെയ്യുകയും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയും എന്നുള്ള ഭയം അവർക്കുണ്ട്. ഇവിടെ ഈ ഗവൺമെന്റ് സ്ഥാപനത്തിലുള്ള അവർക്ക് അങ്ങനെ ഒരു ഭയമില്ല. ഇവർക്ക് ഉള്ള ബലം എന്ന് പറയുന്നത് തുറന്ന് തന്നെ പറയാം, യൂണിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് യൂണിയൻ ഉണ്ട്, നേഴ്സുമാർക്ക് യൂണിയൻ ഉണ്ട്, ഇവിടെ ഉള്ള എല്ലാ സർവത്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് യൂണിയൻ ഉണ്ട്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് യൂണിയനും ഇല്ല, ചോദിക്കാനും ആരുമില്ല. നമ്മൾ ആരോട് ചോദിക്കും? ആരോട് നമ്മളെ ഈ അവസ്ഥ പറയും? ഇതിപ്പം നമ്മളുടെ ഈ അനുഭവം പറയാതിരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ അനുഭവമല്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. കാര്യം വളരെ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ മോശമായിട്ടുള്ള പ്രകടനം അതായത് ഈ പെൺകുട്ടി എന്നോട് കാണിച്ച എന്നുവെച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ പുറത്തു പോയി ഇത് പറയും എന്ന് പറഞ്ഞിട്ട് കൂടി അവര് പറയുന്ന ചാനൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂടി പേടിയില്ല. ചാനലിന്റെ കാര്യമല്ല, ഈ കുട്ടി എനിക്ക് തോന്നില്ല സ്ഥിരം ആയി അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നില്ല. ഒരു പക്ഷേ ഈ ഡെയിലി വേജസ് ആയിട്ട് എന്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ പെർമനന്റ് സ്റ്റാഫ് കുറവാണ്. എംപ്ലോയ്മെന്റ് വഴി 6 മാസമുള്ള വിളിയാണ് വരുന്നത്. കാര്യം എനിക്ക് ഒരുപാട് അനുഭവം, ഒരുപാട് പേരെ അറിയാം. അവിടെ കൂടുതലും അതാണ്. അങ്ങനെ ഉള്ള ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് കൂടി നമുക്കുണ്ടാവുന്ന അനുഭവം ഇതാണ്. ഇത് നമ്മൾ സഹിച്ചോളണം. ഇത് ആരോട് പറയണം? ഇത് ഏത് മേഖലയോട് പറയണം? ആരോഗ്യവകുപ്പ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ 1 കേരളം എന്നാണ് പറയുന്നത്. ആ ഒരു പാർട്ടിയോ ഒരു വ്യക്തിയോ വ്യക്തിഹത്യ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നതല്ല. ഈ ഗതികേട് പറയുന്നതാണ്. ഈ അനുഭവം നമ്മൾ ആരോട് എന്ത് പറയണം? എങ്ങനെ പറയണം? ഇതിപ്പം എല്ലാവരും മൃഗസംരക്ഷണ വകുപ്പ് ഏർപ്പെടുമായിരിക്കും. അവരെല്ലാം അറിയേണ്ടത്. 2 കുഞ്ഞുങ്ങളെ കൊന്നു തന്നിട്ട് അവരറിയണ്ടേ? ചത്തതിനേക്കാൾ അത് ചത്തു എന്നതിനേക്കാൾ അത് വയ്യാതെയായി അത് ചത്തു. അത് അങ്ങനെ സംഭവിച്ചു. മിൽക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തി എടുക്കാൻ ഡോക്ടർമാര് പരമാവധി ശ്രമിക്കും. ഡോക്ടർമാരൊന്നും ഒരു അലക്ഷ്യമായിട്ടുള്ള, ഇപ്പോഴും പറയുന്നു ഡോക്ടർ അലക്ഷ്യമായിട്ട് പെരുമാറിയിട്ടില്ല. പക്ഷേ അവിടുത്തെ സ്റ്റാഫിന്റെ ഈ പാർവതി എന്ന് പറയുന്ന സ്റ്റാഫ് ഈ പ്രകടനം മുഴുക്ക കാഴ്ച വെക്കുമ്പോഴും ഡോക്ടർ അവിടെ സൈലന്റ് ആയിരുന്നു. അപ്പൊ ഡോക്ടറിന്റെ ഗതികേട്. ഡോക്ടർ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. കാര്യം ഇത് ഹോസ്പിറ്റലാണ്. ഇവിടെ ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ ആ ഡോക്ടർക്ക് ഇടപെടാം. പക്ഷെ ഡോക്ടർ അവിടെ ഇടപെട്ടില്ല. അത് മാനസികമായി എന്നെ വളരെയധികം നോവിക്കുകയും വിഷമം ഉണ്ടാക്കുകയും ചെയ്തത് കൊണ്ട് ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്തു. അല്ലെങ്കിൽ ഞങ്ങളെ ചാനൽ വഴി നിങ്ങളോട് ഷെയർ ചെയ്തു. അതിന് നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്തു. അതിന് വളരെയധികം താങ്ക്സ്. ഇനി ഇത് നാളെ എന്ത് വന്നാലും അവിടുത്തെ സൂപ്രണ്ടിനെ കണ്ട് ഇതിനൊരു ആക്ഷൻ എടുക്കുന്നത് വരെ ഞങ്ങൾ കംപ്ലൈന്റുമായിട്ട് മുന്നോട്ട് പോകും. ഇവർക്കെതിരെ കംപ്ലൈന്റ് എന്തായിരുന്നു, ഈ സ്റ്റാഫിനെതിരെ എന്തായിരുന്നാലും കംപ്ലൈന്റ് എടുക്കും. കാര്യം ആ കുട്ടി പറഞ്ഞതിൽ അവൾ അങ്ങനെ ഒരു വാക്ക്, അതായത് സ്റ്റാഫ് പേഷ്യൻസിനെ നിർത്തി നമ്മളോട് പ്രതികാരം വീണിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്റ്റാഫ് ആണെങ്കിൽ അതാണ് സ്ഥിരമാണ്. അവര് സ്ഥിരം ഇതാണ്. അപ്പൊ എത്രയോ പാവങ്ങൾ പെട്ടുപോയിട്ടുണ്ടാവും പ്രതികരിക്കാൻ കഴിവില്ലാത്ത. വരുന്നവർക്കറിയാം എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നുള്ളവർക്കറിയാം. അപ്പൊ ഇത് ഇവർ കുടിക്കാൻ പോകും. ഇവർ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് ഇവര് പോയിട്ട് വരുന്നത് നമ്മൾ കാണുന്നതാണ്. നമ്മൾ നേരിട്ട് കണ്ട് അനുഭവം, നമ്മുടെ തൊട്ടടുത്തല്ലേ, 1 കിലോമീറ്റർ വ്യത്യാസമല്ലേ നമുക്കുള്ളൂ. കണ്ട് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഈ കാര്യം ഇത്രയും വ്യക്തമായി തന്നെ പറഞ്ഞത്. ഇത് എന്തായിരുന്നാലും എല്ലാരും ഷെയർ ചെയ്ത് പ്രതികരിക്കുക. താങ്ക് യു.